ടു സൈലം ലേണിംഗ്. എല്ലാ മക്കളും അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇതാ ഇന്ന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളൊക്കെ കാത്തിരുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ബയോളജിയുടെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ? സോ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസുമായിട്ട് അതും ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻക്ലൂഡിംഗ് ദ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പം മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അത് മാത്രമല്ല നമ്മുടെ ഡീറ്റെയിൽഡ് ലൈവ് ക്ലാസ്സസും ചാപ്റ്റേഴ്സും ഒക്കെ എക്സ്ട്രാ അടിപൊളിയായിട്ട് പഠിക്കുകയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾ ക്വസ്റ്റ്യൻ യൂണിറ്റ് ടെസ്റ്റുകൾ ഒക്കെ നടത്തി അടിപൊളിയായിട്ട് പഠിക്കുന്ന നമ്മുടെ അസ്ത്ര ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഇതാ താഴെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഓടിപ്പോകുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ അഫോർഡബിൾ പ്രൈസിൽ നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ലൈവ് സെഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പം അത് മിസ്സാവാതിരിക്കുക കേട്ടോ. സോ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. റെഡി അല്ലേ ഗൈസ്? യെസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Given alongside is a diagram of human heart showing its internal structure. ഹാർട്ടിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ ഡയഗ്രാം ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. കാണാലോ, ഇവിടെ 1 2 3 4 5 6 എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ബ്ലഡ് ഈസ് ക്യാരിഡ് ബൈ ദ ബ്ലഡ് വെസൽ മാർക്ഡ് ആസ് 2 എന്നാ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ 2 എന്ന് പറഞ്ഞിരിക്കുന്ന ബ്ലഡ് വെസൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. നമ്മൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചറൊക്കെ വെൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ അധികവും നിങ്ങൾക്ക് ഡയഗ്രാം തന്നിട്ട് അതിൽ നിന്ന് നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്തറിയണം, ഈ തന്നിട്ടുള്ള 1 2 3 4 5 6 ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നാലേ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് നോക്കിയാലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഒന്നെന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലെഫ്റ്റ് പൾമണറി ആർട്ടറി ആണ്. രണ്ടാമത്തേത് ഇതാ സുപ്പീരിയർ വെന കാവയാണ്. നമുക്കറിയാം ഇൻഫീരിയർ വെന കാവയും സുപ്പീരിയർ വെന കാവയും ഉണ്ട്. അതിൽ സുപ്പീരിയർ വെന കാവ. 3 എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് പൾമിനറി വെയിൻസ് ആണ്. 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഹാർട്ടിന്റെ കവറിങ് ആണ്, അതാണ് നമ്മുടെ പെരികാർഡിയം. ദെൻ 5th എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇവിടെ കാണുന്നുണ്ടല്ലോ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കൽ. 6th എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കളുമാണ്. ഇനി ഇവിടെ റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം റൈറ്റ് ഏട്രിയം ഉണ്ട്. അതല്ലാതെ നമുക്കിവിടെ ഇൻഫീരിയർ വെനി കാവേഴ്സ് ഉണ്ട്, അയോട്ട ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് ബ്ലഡ് ഈസ് ക്യാരിഡ് ബൈ ബ്ലഡ് വെസൽ മാർക്ഡ് 2. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? സുപ്പീരിയർ വെനി കാവയാണ്. This carries deoxygenated blood from the upper part of the body, head, neck and arms back to the right atrium of the heart. നമ്മുടെ ഈ റൈറ്റ് ഏട്രിയത്തിലേക്ക് നമ്മുടെ ഹാർട്ടിന് മേലെ നിന്നുള്ള, അതായത് ഹെഡ് നെക്ക് ആംസിൽ നിന്നൊക്കെ വരുന്ന അല്ലേ, ആ മേൽഭാഗത്ത് നിന്ന് ഈ ഒരു ചെസ്റ്റ് പൊസിഷനിൽ നിന്ന് മേൽഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ബ്ലഡിനെയും, അതായത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ റിസീവ് ചെയ്ത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊടുക്കുന്നതാണ് ആര്? നമ്മുടെ ഈ ഒരു സുപ്പീരിയർ വെനി കാവ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് തന്നെ വെക്കുക കേട്ടോ, മറന്നു പോകരുതേ. ഇനി രണ്ടാമത്തെ, നെയിം ദ മെയിൻ ആർട്ടറി that takes blood from the heart to different parts of body. ഹാർട്ടിൽ നിന്ന് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് മറ്റെല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ഏത് ആർട്ടറിയാണെന്ന ചോദ്യം. ഏതാണ്? യെസ്, നമ്മുടെ മെയിൻ ആർട്ടറി ആയിട്ടുള്ള അയോർട്ടയാണ്. അതാണ് ഏറ്റവും വലിയ ആർട്ടറി. അതാണ് തിക്കായിട്ട് എന്ത് പോകുന്നത്, തിക്ക് വാൾസോട് കൂടി എല്ലാ ബോഡി പാർട്സിലേക്കും എത്തിക്കുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ്. സോ ദാറ്റ് ഈസ് അയോർട്ട. സെക്കൻഡ് വൺ അയോർട്ടയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which chamber of heart receive deoxygenated blood from the body? Deoxygenated blood സ്വീകരിക്കുന്നത് ഏത് ചാമ്പർ ആണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നിന്നാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത്. അത് സ്വീകരിക്കുന്നത് ആരായിരിക്കും? റൈറ്റ് ഏട്രിയം ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റൈറ്റ് ഏട്രിയം ഓഫ് ദ ഹാർട്ട് റിസീവ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ബോഡി. അതായത് സുപ്പീരിയർ വെന കാവെന്നും ഇൻഫീരിയർ വെന കാവെന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് സ്വീകരിക്കുന്നത് ആരാണ്? നമ്മുടെ റൈറ്റ് ഏട്രിയം ഓഫ് ദ ഹാർട്ടാണ്. സോ ഇതുപോലെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നെ വെക്കണം. അതിൽ നിന്ന് പല തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഫിഗർ തന്നിട്ട് ഓരോ വെസൽസ് അല്ലെങ്കിൽ ഓരോ ആർട്ടറീസ്, ചേംബർ അല്ലെങ്കിൽ വാൾവുകളൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഷോ പൾമണറി സർക്കുലേഷൻ ഇൻ എ മാൻ എന്നാണ്. ഇവിടെ നമുക്ക് ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം പൊതുവേ വരയ്ക്കാൻ അധികം ക്വസ്റ്റ്യൻ വരാറില്ല, ചാപ്റ്റർ അല്ലെങ്കിൽ ഫിഗർ തന്നിട്ടാണ് ചോദിക്കാറ്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നോക്കാം, നമ്മുടെ ഡബിൾ സർക്കുലേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത്.
അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ലങ്സ് എന്ന് വരച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് വരയ്ക്കാം. അവിടെ നിന്ന് ഈ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? നമ്മുടെ പൾമിനറി വെയിൻസ് ആണ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നു, ഇങ്ങോട്ടേക്ക് നമ്മുടെ ബോഡി പാർട്സിലേക്ക് അയോട്ട വഴി പ്യൂരിഫൈഡ് ആയിട്ട് വരുന്നു. വീണ്ടും ബോഡിയിൽ നിന്ന് ഡീഓക്സിജനേറ്റ് ബ്ലഡ് എങ്ങോട്ടേക്ക് എത്തുന്നു? വെനി കാവാസ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു, റൈറ്റ് വെൻട്രിക്കൽ വഴി വീണ്ടും അത് ലങ്സിലേക്ക് പോകുന്നു. ഇങ്ങനെ 2 സർക്കുലേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫിഗറും വരയ്ക്കാം. ഇത് നിങ്ങളൊരു സ്ട്രക്ചർ ഒരു സിമ്മട്രിക്കൽ ആയിട്ട് വരച്ചാലും മതി. ഇവിടെ നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നു, അതിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമായിട്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നമ്മുടെ ലങ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വെൻട്രിക്കളിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ലങ്സിലേക്ക് പോകുന്നു. ലെഫ്റ്റ് ലങ്സിൽ നിന്ന് പ്യൂരിഫൈഡ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ഏട്രിയം വഴി നമ്മുടെ അയോട്ടയിലേക്ക് പോകുന്നു. അയോട്ടയിൽ നിന്നും ബാക്കിയുള്ള ബോഡി പാർട്സിലേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെ ഡയഗ്രാം വരച്ചുകൊണ്ട് ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വരച്ചിട്ട് എഴുതാം. അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താം. കുറച്ചുകൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആയിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അപ്പോൾ ആദ്യം ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ ലങ്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗം പൾമിനറി വെയിൻ എന്ന് ഡിനോട്ട് ചെയ്തിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് എഴുതാം. പൾമിനറി വെയിൻ എന്ന് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതാം? ഹാർട്ട് എന്ന് എഴുതാം. ഹാർട്ടിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ്, കാരണം ഇത് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്തുകൊണ്ട് വരയ്ക്കാം. റെഡ് കളറും കൊണ്ട് പ്യൂരിഫൈഡ് ആയിട്ട് ബ്ലഡ് എഴുതാം. ഹാർട്ടിൽ നിന്ന് പ്യൂരിഫൈഡ് ആയ ബ്ലഡ് എന്ത് ചെയ്യുന്നു? അയോട്ട വഴി നമ്മുടെ ബോഡി പാർട്സിലേക്ക് എത്തുന്നു. ബോഡി പാർട്സിൽ നിന്ന് പകരം ബോഡി പാർട്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇംപ്യൂർ ബ്ലഡ് എന്ത് ചെയ്യുന്നു? സുപ്പീരിയർ അല്ലെങ്കിൽ ഇൻഫീരിയർ വെനിക്കാവ വഴി നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അവിടുന്ന് റൈറ്റ് വെൻട്രിക്കൽ വഴി പൾമിനറി ആർട്ടറി വഴി എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ലങ്സിലേക്ക് പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പാത്വേ ഇതുപോലെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ആരോ മാർക്ക് വെച്ചിട്ടും വരച്ച് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതുപോലെ ഡയഗ്രാം വരയ്ക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കാൻ മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം? റൈറ്റ് ഏട്രിയം എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഏട്രിയം എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനെ എഴുതിയാൽ മതി. ഇവിടെ ഹാർട്ട് എഴുതാം, ഇവിടെ ലങ്സ് എഴുതാം. ഓക്കെ, ഇനി ഈ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പം അവിടെ നമുക്ക് 2 തരത്തിൽ പഠിക്കാനുണ്ട്. അതായത് സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുമ്പം ഇറ്റ് ഈസ് ചേഞ്ച് ഓഫ് ബ്രിങ്ങിങ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസ്. ഇവിടെ എന്താണെന്നും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഈ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. 2 തരത്തിലാണ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുന്നത്. ഓപ്പൺ സർക്കുലേറ്ററിയും ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്പൺ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഓപ്പൺ എൻഡഡ് വെസൽസ് ആണ്, അവിടെ ക്ലോസ്ഡ് അല്ല. എപ്പോഴും ബ്ലഡ് എന്ത് ചെയ്യണം? ഓപ്പൺ ആയിട്ട് ഫ്ലോ ചെയ്യാണ്. പക്ഷെ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, ദാറ്റ് ഈസ് സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ടൈപ്പ് ഓഫ് വെസൽസ്. നമ്മുടെ വെസൽസിലൂടെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ ക്ലോസ്ഡ് ആൻഡ് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് നമുക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കാണുന്നത്. ഇനി സർക്കുലേഷനിൽ സിംഗിൾ സർക്കുലേഷനും ഡബിൾ സർക്കുലേഷനും ഉണ്ട്. അതിൽ സിംഗിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് വിൽ സർക്കുലേറ്റ് ഇൻ സെവറൽ ലൊക്കേഷൻ ത്രൂ ബോഡിയിൽ മൊത്തത്തിലായിട്ട് സർക്കുലേറ്റ് ചെയ്തു പോകുന്നത്, അതും ഒറ്റ സർക്കുലേഷനിൽ. പക്ഷെ നമ്മുടെ ബോഡിയിലെ ഡബിൾ സർക്കുലേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ. ഡബിൾ സർക്കുലേഷൻ സിസ്റ്റമിക് സർക്കുലേഷനുമുണ്ട്, പൾമണറി സർക്കുലേഷനുമുണ്ട്. അപ്പോൾ സിസ്റ്റമിക്കിൽ ഓക്സിജൻ റിച്ച് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്ത് ചെയ്യാണ്? നമ്മുടെ ബോഡി പാർട്സിലേക്കും ടിഷ്യൂസിലേക്കും പോകുന്നതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാലോ ബ്ലഡ് ഫ്രം ദ റൈറ്റ് ഏട്രിയം ടു ലെഫ്റ്റ് ഏട്രിയം ആണ്. അതായത് നമുക്ക് ഈ ഒരു റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് വരുന്ന ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ഇതേപോലെ തന്നെ പ്യൂരിഫൈഡ് ബ്ലഡും നോൺ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡും തമ്മിലുള്ള സർക്കുലേഷനാണ് നമ്മൾ 2 ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് 2ഉം കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നതും സിസ്റ്റമിക് സർക്കുലേഷൻ എന്നും പറയുന്നതും. ഇനി നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രോ എ ഡയഗ്രാം ഓഫ് ന്യൂറോൺ ആൻഡ് നെയിം ആൻഡ് ലേബൽ ദ പാർട്സ്. നമുക്ക് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന 2nd ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ് ന്യൂറോണിൻ്റെ ഫിഗർ. അപ്പോൾ ഇവിടെ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓരോ ഭാഗം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ലേബലും കൂടെ ചെയ്യണം. അപ്പം നോക്കാം, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. ഇതുപോലെ എന്ത് ചെയ്യുക? ഒരു സ്റ്റാർ ഷേപ്ഡ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആക്സോൺ ഇതുപോലെ നീട്ടത്തിൽ അങ്ങ് വരച്ചാൽ മതി. ആക്സോൺ ഇതുപോലെ നീട്ടത്തിൽ വരയ്ക്കുക. അവിടുന്ന് ആക്സോണൈറ്റിൻ്റെ ബ്രാഞ്ചസ് വരയ്ക്കുക. സിനാപ്റ്റിക് നോബ് ഇതുപോലെ വരയ്ക്കാം. ഓക്കെ, ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് ഡെൻഡ്രൈറ്റും വരയ്ക്കുക, ഉള്ളിൽ ന്യൂക്ലിയസും വരയ്ക്കുക, ചുറ്റും ഷ്വാൻ സെൽസും വരയ്ക്കുക. എളുപ്പത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. ഇനി ആദ്യത്തേത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വേർ ഇൻഫർമേഷൻ ഈസ് അക്വയർഡ്. ഇൻഫർമേഷനെ ആദ്യം സ്വീകരിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ ഡെൻഡ്രൈറ്റ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഡെൻഡ്രൈറ്റ് മാർക്ക് ചെയ്യുക.
രണ്ടാമത്തെ നോക്കിയാൽ ത്രൂ വിച്ച് ഇൻഫർമേഷൻ ട്രാവൽസ് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇമ്പൾസ്. ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന നീണ്ട ഭാഗം എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ആക്സോൺ ആണ്. മൂന്നാമതായിട്ടോ വേർ ദ ഇലക്ട്രിക് ഇമ്പൾസ് മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു എ കെമിക്കൽ സിഗ്നൽ. അതെവിടെ വെച്ചിട്ടാ? സിനാപ്റ്റിക് നോബ് അല്ലേ. ഈ സിനാപ്സിൽ വെച്ചിട്ടാണ് കെമിക്കൽ ഇൻഫർമേഷൻ ആയിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് പോകുന്നത്. സോ ആ ഭാഗം എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ലേബൽ ചെയ്യുക. അപ്പോൾ ഇത് മൂന്നും ലേബൽ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 4 മാർക്സ് വരെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒന്നാണ് ഇത്. റെഫർ ടു ദ ഡയഗ്രാം ഓഫ് നെഫ്രോൺ. നെഫ്രോണിൻ്റെ പിക്ചറും ന്യൂറോണിൻ്റെ പിക്ചറും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പം ഇതിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, വേർ ഡസ് അൾട്രാ ഫിൽട്രേഷൻ ഒക്കർ? അതായത് ഈ ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്താൽ മതി. അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം, നമ്മുടെ ഗ്ലോമെറുലസിലാണ് അല്ലേ. ഗ്ലോമെറുലസിലാണ് നമ്മുടെ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പോൾ അൾട്രാ ഫിൽട്രേഷൻ ഒക്കേഴ്സ് ഇൻ ഗ്ലോമെറുലസ്. അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞു. ഇനി ഇവിടെ അടുത്ത ചോദ്യം എന്താ? വേർ ഈസ് ദ മോസ്റ്റ് ഓഫ് വാട്ടർ റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം? വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് നമുക്കറിയാം എന്താണ്? നമ്മുടെ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നല്ലേ. അതായത് റീഅബ്സോർബ്ഡ് ഇൻ ദ ബ്ലഡ് സ്ട്രീം ഇൻ ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം എന്ത്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് എഴുതാം. ഇനി അത് ലേബൽ ചെയ്യണമെന്നില്ല, ആൻസർ മാത്രം എഴുതിയാലും മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാർ ഇസ് ദ മോസ്റ്റ് ഓഫ് ഗ്ലൂക്കോസ് അബ്സോർബ്ഡ്? ഗ്ലൂക്കോസും എവിടെ നിന്നാണ്? ഗ്ലൂക്കോസ് അബ്സോർബ്ഡും പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്ന് തന്നെയാണ്. ഈ ട്യൂബ്യൂളിൽ തന്നെയാണ് ബാക്കിയുള്ള റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്? ഈ ട്യൂബ്യൂൾ, ആ ലൂപ്പ് പോലെ വരുന്ന ട്യൂബ്യൂളാണ്. ഇനി അടുത്തതോ, വിച്ച് സ്ട്രക്ചർ ഹെൽപ് ടു കോൺസെൻട്രേറ്റ് യൂറിൻ ആൻഡ് ഇറ്റ് ഇസ് വെരി ലോങ് ഇൻ ദ ഡെസേർട്ട് മാമൽ സച്ച് ആസ് കാങ്കറോ റൈറ്റ്? അതായത് കാങ്കറോ റാറ്റിലൊക്കെ കേസിൽ പോലെ ഒരു പെർട്ടിക്കുലർ ഭാഗം എന്ത് ചെയ്യുന്നു? ലൂപ്പ് കൂടുതലായിട്ട് കാണുന്നു അല്ലേ. അതായത് ദ ലൂപ്പ് ഓഫ് ഹെൻലി, ഇവിടെ കാണുന്ന ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ട്. ലൂപ്പ് ഓഫ് ഹെൻലി, ഈ ലൂപ്പ് ഓഫ് ഹെൻലി ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് കോൺസെൻട്രേറ്റ് യൂറിൻ ആൻഡ് ഇറ്റ് ഈസ് വെരി ലോങ് ഇൻ ദ ഡെസേർട്ട് മാമൽ സച്ച് ആസ് കാങ്കറോ റൈറ്റ്. കാരണം കാങ്കറോ റൈറ്റിലൊക്കെ എന്താണ്? ലോങ് ആണ്. കാരണം അത്രയും വാട്ടർ അബ്സോർപ്ഷൻ എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യണം. കാരണം ഡെസേർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അത്രയും ലെങ്തില്ല, പക്ഷേ ഡെസേർട്ട് ആനിമൽസ് ലെങ്ത്തിലാണ് കൊടുക്കുന്നത്. കാരണം അവരുടെ ബോഡിയിൽ വാട്ടർ അത്രത്തോളം റീഅബ്സോർപ്ഷൻ ചെയ്യണം. കാരണം യൂറിനായിട്ട് അധികം പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് കാങ്കറോ റാറ്റ്സിലൊക്കെ ഇത് നല്ല ലോങ്ങിൽ കാണുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സ്ട്രക്ചർ കണ്ടെയ്ൻസ് യൂറിൻ? ഇതെല്ലാം റീഅബ്സോർപ്ഷൻ കഴിഞ്ഞ് യൂറിനെ കളക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റ് ആണ്. അപ്പോൾ കളക്റ്റിംഗ് ഡക്റ്റിലാണ് നമ്മുടെ യൂറിൻ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നല്ല പ്രോപ്പറായിട്ട് പഠിച്ച് വെക്കണം. ഇതിൻ്റെ ലേബൽ ചെയ്യണം. കാരണം ഇതിന് 3 പ്രോസസ്സുകളുണ്ട്. അൾട്രാ ഫിൽട്രേഷൻ ഉണ്ട്, റീഅബ്സോർപ്ഷൻ ഉണ്ട്, പിന്നെ കളക്ഷൻ ഓഫ് യൂറിൻ. അപ്പം ഈ പ്രോസസ്സുകൾ പഠിക്കണം. ഇത് ഏത് ഭാഗത്തൊക്കെ നടക്കുന്നതെന്ന് പഠിക്കണം. ഗ്ലൂക്കോസും അമിനോ ആസിഡും റീഅബ്സോർബ് ചെയ്യുന്നു, അതുപോലെ തന്നെ വാട്ടറും റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ഇതുപോലെ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടാണ് തരിക. അപ്പോൾ ഡയഗ്രാമത്തിലെ ഓരോ പാർട്ടും ലേബൽ ചെയ്യാനും എവിടെ എന്താണ് ഫംഗ്ഷൻ എന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫിഗർ തന്നാലും അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലെ പ്രോപ്പറായിട്ട് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് ഒക്കെ പഠിക്കുക. അടിപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ കട്ടൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. സോ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് വീണ്ടും മിസ് വരുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്, ബൈ.